ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കയറുക. അല്ല, നമ്മളിപ്പോൾ ഏത് പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ വൺ ഡയമെൻഷണൽ മോഷൻ. അതിന് നല്ലൊരു എക്സാമ്പിളാണ് ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നേരെ വാ നേരെ പോകും. ഒരു കല്ലെടുത്ത് നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ മുകളിൽ പോ, താഴേക്ക് പോവാം. ഒരു കല്ലെടുത്ത് നേരെ മുകളിലേക്ക് എറിയുക. ഇനി എറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മളൊക്കെ വെറും ഇത്രയും വലിപ്പമുള്ള മനുഷ്യന്മാരാണ് വിചാരിക്കണം കേട്ടോ. ഒരിക്കലും നമ്മൾ ഒരു കല്ലെടുത്ത് എറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റോ വലിപ്പമോ തലയോ കാലോ ഒന്നും വരയ്ക്കില്ല. അല്ലെങ്കിൽ പ്രത്യേകം എടുത്ത് പറയണം, ഇത്ര ഹൈറ്റ് ഉള്ള ഒരാള് കല്ലെടുത്ത് എറിയുക എന്നൊക്കെ പറയണം. അപ്പൊ നമ്മൾ കല്ലെടുത്ത് എറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒന്ന് എറിയുക എന്ന് അർത്ഥമുള്ളൂ കേട്ടോ. നമ്മൾ ഇതൊന്നും വരയ്ക്കില്ല, തലയും കൈയൊന്നും വരയ്ക്കില്ല. കല്ലെടുത്ത് മുകളിലേക്ക് എറിയുക. അപ്പൊ നേരെ എറിയുന്നത് ഒരു ഇച്ചിരി അങ്ങടോ ഇങ്ങടോ ആയ നാലാം പാടമായി, മൂന്നാം പാടത്തിൽ നിന്ന് ഒഴിവാകേണ്ടി വരും. അപ്പൊ നേരെ മുകളിലേക്ക് എറിയണം. മുകളിലേക്ക് എറിഞ്ഞാൽ നേരെ ഏറ്റവും മുകളിൽ പോയിട്ട് നേരെ താഴേക്ക് പോകും. ഇത് വൺ ഡയമെൻഷൻ മോഷനാണ്. കാരണം എനിക്കിവിടെ വൈ ആക്സിസ് മാത്രം മതി ഇവന്റെ മോഷനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഒരു ആക്സിസ് മാത്രം മതി. അപ്പൊ അതുകൊണ്ട് ഇതെന്താ വൺ ഡയമെൻഷൻ മോഷൻ. ഇനി ഞാൻ കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ഒരു കല്ല് താഴേക്ക് ഇടുക. ഇത് ഞാൻ ഇതിന്റെ കയ്യ ഇവിടെ നിന്ന് ഞാൻ കല്ല് താഴേക്ക് ഇട്ടു. കല്ല് നേരെ താഴേക്ക് വന്നു. ഇവനെ ആരാ പിടിച്ച് വലിക്കുന്നത്? എർത്ത്. എങ്ങനെ? ഈ കല്ല് ഞാൻ മുകളിലേക്ക് എറിഞ്ഞപ്പോൾ ആരാ പിടിച്ച് വലിച്ചോണ്ടിരുന്നത്? എന്റെ സ്പീഡ് കുറച്ചോണ്ടിരുന്ന ആരാ? അതും ഗ്രാവിറ്റി. മോഷൻ അണ്ടർ ഗ്രാവിറ്റി, അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഗ്രാവിറ്റേഷൻ മാത്രമേ ഉള്ളെങ്കിൽ അത്തരം മോഷനാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ പാഠഭാഗത്ത് പഠിക്കുന്നത്. മോഷൻ അണ്ടർ ഗ്രാവിറ്റി. എന്താ പ്രത്യേകത എന്ന് വെച്ചാല് ഗ്രാവിറ്റി എർത്ത് പിടിച്ച് വലിക്കുക. എത്ര ശക്തിയില്? ഞാൻ ഈ നമ്മളിത് ഇത് എർത്താണെങ്കിൽ, വലിയ എർത്താണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ഹൈറ്റ് ഒക്കെ വളരെ ചെറിയ ഹൈറ്റാണ് കേട്ടോ. ഈ ചെറിയ ഹൈറ്റ് നമ്മുടെ എർത്തിന്റെ ഒരു ഏകദേശം ഒരു 10-100 മീറ്ററിന് മുകളിലൊന്നും ഒരിക്കലും ഈ ജിയുടെ വാല്യൂ മാറുമൊന്നുമില്ല. അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ ജിന്റെ വാല്യൂ മാറും. നമുക്കറിയാം ജിന്റെ വാല്യൂ എത്രയാണ്? 9.8 നമ്മൾ പഠിച്ചേക്കുന്നത് 10ാം ക്ലാസ് വരെ. അതൊക്കെ ഒരു നിശ്ചിത ഹൈറ്റ് വരെ. അതിന്റെ മുകളിലേക്ക് ഹൈറ്റ് കൂടുന്തോറും ജിന്റെ വാല്യൂ കുറഞ്ഞു വരും. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും, ഈ വർഷം തന്നെ പഠിക്കും, +1 തന്നെ പഠിക്കും ഗ്രാവിറ്റേഷന്റെ പാഠഭാഗത്ത്. ഒരു കല്ലെടുത്തെറിഞ്ഞാൽ എത്ര മാക്സിമം ഹൈറ്റ് വരെ പോകും? ഒരു കെട്ടിടം പണിതാൽ തന്നെ എത്രത്തോളം ഹൈറ്റ് ഉണ്ടാവും? അത് ഭൂമിയുടെ റേഡിയസ് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ഹൈറ്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ജി മാറുന്നതിനെ കുറിച്ച് ഈ പാഠത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഇനി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സാം ഹാളിലൊക്കെ ഇരിക്കാൻ നേരത്ത് സമയമൊന്നും ഇല്ല ചെയ്യാനായിട്ട്. അതിനാണെങ്കിൽ ഈ പാഠത്തിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് ജീനെ നിങ്ങൾക്ക് വേണമെങ്കിൽ 10 എടുക്കാം. മിക്കവാറും ക്വസ്റ്റ്യൻ തരും ജി യു ക്യാൻ ടേക്കൺ ആസ് 10 m/s². അതല്ലെങ്കിൽ 9.8 തന്നെ എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് കണക്കുകളും കാര്യങ്ങളും ഈ എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഒരു കല്ലെടുത്ത് ഞാൻ നേരെ മുകളിലേക്ക് എറിയും. ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. നേരെ കല്ല് മുകളിൽ വരെ എത്തി. സ്പീഡ് കുറഞ്ഞു. ആരാ പിടിച്ചു വലിക്കുന്നത്? ജി. എങ്ങോട്ടാ പിടിച്ചു വലിക്കുന്നത്? താഴേക്ക്. അപ്പൊ ഏറ്റവും മുകളിൽ കല്ല് നേരെ ഏറ്റവും മുകളിൽ എത്തിയാൽ അവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആണല്ലോ. നമുക്ക് ഈ ഇക്വേഷനിലൊക്കെ നമുക്ക് കൈനമാറ്റിക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. ഏതൊക്കെ കൈനമാറ്റിക് ഇക്വേഷൻസ്? ഫൈനൽ വെലോസിറ്റി v is equal to initial velocity plus acceleration into time. S is equal to displacement. S is equal to initial velocity into time plus half of at square. V square minus u square is equal to 2 times acceleration into ഡിസ്പ്ലേസ്മെന്റ്. അവിടെയൊക്കെ പോസിറ്റീവ് അല്ല. എങ്ങനെയാണ്? എന്ത് പോസിറ്റീവ്? നമ്മൾ ഓൾറെഡി സൈൻ കൺവെൻഷൻ പഠിച്ചു കഴിഞ്ഞു. എന്നാലും ഒന്നും കൂടി പറയാം.
എക്സ് ആക്സിസിന് മുകളിലേക്കുള്ള മോഷൻ, അതായത് ഡിസ്പ്ലേസ്മെന്റ് എസ്, വെലോസിറ്റി, മുകളിലേക്കുള്ള ഡയറക്ഷൻ, ആക്സിലറേഷൻ, ഇതൊക്കെ എന്നതാ പോസിറ്റീവ്. താഴേക്കാണെങ്കിൽ ഇവരൊക്കെ എന്നതാ നെഗറ്റീവ്. ആക്സിലറേഷൻ ആയാലും വെലോസിറ്റി ആയാലും ഡിസ്പ്ലേസ്മെന്റ് ആയാലും അത് നെഗറ്റീവ്. ഇവന്മാര് ഇടതുവശത്തേക്കാണെങ്കിൽ ഈ മൂന്ന് പേരും ആക്സിലറേഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ്. വലതുവശത്തേക്കാണെങ്കിലോ ഇത് മൂന്ന് പേരും പോസിറ്റീവ്. ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ഒക്കെ പോസിറ്റീവ്. ഇവിടെ നോക്കി, ഇതൊരു സ്ട്രേറ്റ് ലൈൻ മോഷൻ ആണ്. എനിക്ക് കൈനമാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ ഇപ്പൊ എന്നാ വരും? കൈനമാറ്റിക് ഇക്വേഷൻ, ഫസ്റ്റ് കൈനമാറ്റിക് ഇക്വേഷൻ v is equal to u plus at എന്ന ഇക്വേഷൻ ഇവിടെ എന്നാ പറ്റും? ഇവിടെ ആക്സിലറേഷൻ എന്നതാ, ഇവിടെ ആക്സിലറേഷൻ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ്. ഒരേ ഒരു ആക്സിലറേഷനേ ഉള്ളൂ, അത് ആരാ? ജി. ജി പക്ഷേ എങ്ങോട്ടാ? കല്ല് ഞാൻ ഈ തറയുടെ മുകളിലേക്ക് എറിയുന്നേ, ഓക്കെ, ഗ്രാവിറ്റി ഇതിന്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പൊ പ്ലസ് അല്ലേ? അതല്ല, ഡയറക്ഷൻ നോക്ക്. ജി എന്താ ചെയ്യുന്നത്? ആക്സിലറേഷൻ താഴേക്ക് പിടിച്ച് വലിക്കുക ചെയ്യുന്നത്. അപ്പൊ താഴേക്ക്, ഇവിടെ ഞാൻ താഴേക്ക് വരച്ചത് എക്സ് ആക്സിസിന് താഴേക്കാ എന്ന് വിചാരിച്ചിട്ട് ഇതിന് മുകളിലല്ലേ ജി എന്നൊന്നും വിചാരിച്ചേക്കരുത്. നമ്മൾ ഡയറക്ഷൻ ആണ് നോക്കുന്നത്. അതായത് ആക്സിലറേഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ, ഈ ഡയറക്ഷൻ ആണെങ്കിൽ അത് നെഗറ്റീവാണ്. അപ്പൊ ഇവിടെ എന്നാ വരും? യു പ്ലസ് ആക്സിലറേഷൻ ഇവിടെ എന്നതാ മൈനസ് ജി ഇൻറ്റു ടി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി ആണ് മോഷൻ അണ്ടർ ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കി, വായിക്കട്ടെ. രണ്ടാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ S is equal to ut plus half at square. S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. കല്ല് ഇവിടുന്ന് നേരെ മുകളിലേക്കാണ്. ഇവിടെ വെലോസിറ്റിയും ഈ വിയും ഡയറക്ഷൻ മാറുന്നുണ്ടോ? ഇല്ല, ഇവിടെ നേരെ മുകളിലേക്കാണ്. അപ്പോൾ ഡയറക്ഷൻ മാറുന്നില്ല. എസ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ്. ഞാൻ കല്ല് മുകളിലേക്ക് എറിയുന്ന കാര്യമായിട്ടാ പറയണേ. അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള കാര്യമാണ് പറയണേ. തിരിച്ചു വന്നപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സീറോ അല്ലേ എന്നൊന്ന് ഡിസ്കസ് എന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ തിരിച്ചു വന്ന കഥ അവിടെ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് മുകളിലേക്ക് എറിയുന്നു കേട്ടോ. ബാക്കി കണക്കുകൾ നമുക്ക് പിന്നെ ചെയ്യാം. യു മുകളിലേക്കാണ്, ഇൻറ്റു ടി പ്ലസ് ഹാഫ് ആക്സലേഷൻ എങ്ങടാ? താഴേക്കാണ്. അപ്പൊ എന്നാ വരും? മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. മൂന്നാമത്തെ ഇക്വേഷൻ ഇതേപോലെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എന്തായി മാറും? മൈനസ് ജി ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ മൈനസ് 2gs. ഇങ്ങനെയും ഇക്വേഷൻ. അപ്പൊ ഇത് മൂന്ന് ഇക്വേഷൻ നമുക്കുള്ളത്. ഇനി നമുക്ക് ഓരോരോ സിറ്റുവേഷന്റെ കാര്യം ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കി, ഒരു കല്ലെടുത്ത് ഞാൻ മുകളിലേക്ക് എറിഞ്ഞു. ഒരു ബോഡി നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. അറ്റ് ഹൈയസ്റ്റ് പോയിന്റ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി? ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോൾ വെലോസിറ്റി എത്രയാണ്? 0. അപ്പോൾ നോക്കി, അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി ഈസ് 0. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കി. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2gh. h മാക്സിമം. വി സ്ക്വയർ ഫൈനൽ വെലോസിറ്റി 0. ഇനിഷ്യൽ വെലോസിറ്റി യു സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2gh മാക്സിമം. 0 മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസും വെട്ടിപ്പോകും. 2g ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g is equal to height maximum. അപ്പോൾ ഹൈറ്റ് മാക്സിമത്തിന്റെ ഇക്വേഷൻ കിട്ടി. എന്താണെന്നറിയോ? ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഒരു ബോൾ ഞാൻ മുകളിലേക്ക് എറിഞ്ഞാൽ
അവൻ എത്ര ഹൈറ്റ് എത്തുന്നറിയോ? യു സ്ക്വയർ ഡിവൈഡ് ബൈ 2g. യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ 100 അല്ലേ, ഇങ്ങനെ ആയിരിക്കും. 10 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ജി. നിങ്ങൾ 9.8 വേണ്ട, 10 എടുത്തോ. 2 ഇൻറ്റു 10, 10/2 5 മീറ്റർ. ഏ 10 മീറ്റർ പെർ സെക്കൻഡ് എറിഞ്ഞാല് 5 മീറ്റർ പോകുള്ളൂ അത്രേ. അപ്പൊ നമ്മൾ ശരിക്കും എറിയുന്നത് എത്ര സ്പീഡിലേക്ക് ആയിരിക്കും? 20-30 സ്പീഡിലേക്ക് ആയിരിക്കും. അപ്പൊ 30 സ്പീഡിലാണെങ്കിലോ, 30 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലോ, യു സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ജി 10. 30 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു 30, 0 0 വെട്ടിപ്പോയി. 3 ഇൻറ്റു 30 90/2, 45 മീറ്റർ. ഓക്കെ, 30 മീറ്റർ പെർ സെക്കൻഡ് 45 മീറ്റർ ഒക്കെ പോകുന്നത്. ഇങ്ങനെയാണ്, ഇതാണ് ഇതിന്റെ കണക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് എറിഞ്ഞാൽ ഏകദേശം എത്ര മീറ്റർ പോകും? 5 മീറ്റർ. അതൊക്കെ ഓർത്തിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലൊക്കെയാണ് യൂസ്ഫുൾ ആവും. ഏതൊക്കെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതിക്കൊണ്ടിരുന്നത്? വി ഇസ് ഈക്വൽ ടു യു പ്ലസിന്റെ അവിടെ എന്ത് വന്നു? മൈനസ് ജി വന്നു അല്ലേ? യു മൈനസ് ജി ടി. യു ടി പ്ലസിന്റെ അവിടെ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2gs. ഹൈറ്റ് മാക്സിമത്തിന്റെ ഇക്വേഷൻ എഴുതി യു സ്ക്വയർ ബൈ 2g. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്നാ? ബോൾ ഇവിടുന്ന് ഞാൻ മുകളിലേക്ക് എറിഞ്ഞു, ഏറ്റവും മുകളിൽ വെലോസിറ്റി 0. പക്ഷെ ആക്സിലറേഷനോ ജി എല്ലായിടത്തും ഇല്ലേ? നിങ്ങൾ കല്ല് എറിഞ്ഞപ്പോഴും ഉണ്ട്, കല്ല് മുകളിൽ എത്തിയപ്പോഴും ഉണ്ട്. സിറ്റുവേഷൻ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ജി ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ് ദി ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് ദിസ് മോഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ബോളിന്റെ ഏറ്റവും മുകളിലത്തെ പോയിന്റില് വെലോസിറ്റി ഈസ് 0. പക്ഷേ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എ വാല്യൂ. ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0. ആക്സിലറേഷൻ എത്രയാ? മൈനസ് ജി. അപ്പോ ഇത് നോക്കി, ഇത് സ്ഥിരം പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Write an example for a motion of a body having 0 velocity but still accelerating. Velocity 0 ആയിരുന്നിട്ടും ആക്സിലറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് at the highest point of this projectile അല്ല, vertically projected body. പ്രൊജക്ടൈൽ മോഷന്റെ സമയത്ത് നമ്മൾ പഠിക്കും, അടുത്ത പാഠത്തിലും പഠിക്കും പ്രൊജക്ടൈൽ മോഷൻ. ഇങ്ങനെ എറിയുന്നത് അതാ കുറച്ച് ഞാൻ പറഞ്ഞ, ഈ നേരെ എറിയുന്നത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണെങ്കിൽ 4ാം പാഠമായി എന്ന് പറഞ്ഞു. ഇതിന്റെ മുകളിലും വെലോസിറ്റി 0 ആണ്, പക്ഷെ എന്ത് വെലോസിറ്റി? വെർട്ടിക്കൽ വെലോസിറ്റി. വി കോസ് തീറ്റ സൈൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ശരി, നമുക്കിത് മാറ്റി നമുക്കൊരു വേറൊരു കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ നേരെ മുകളിലേക്ക് വരികയല്ലേ ചെയ്തത്. ഇവിടെ നമ്മൾ വേറെ കാര്യം പഠിച്ചില്ലല്ലോ. ഇവിടെ നോക്കി, അറ്റ് വി ഇസ് ഈക്വൽ ടു യു മൈനസ് എ ടി. ഫസ്റ്റ് ഇക്വേഷൻ യു മൈനസ് എക്ക് പകരം ജി ടി. അറ്റ് ഹൈയസ്റ്റ് പോയിന്റ് വി 0 ആണ്. യു മൈനസ് ജി ടി. ഇങ്ങോട്ട് കൊണ്ടോ, ജി ടി ഇസ് ഈക്വൽ ടു യു. അങ്ങനെ ടി ഇസ് ഈക്വൽ ടു യു ബൈ ജി. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ്, എത്ര നേരം പിടിക്കും ഇവിടം വരെ എത്താൻ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്, ആരുടെ? വെർട്ടിക്കലി പ്രൊജക്റ്റഡ് ബോഡിയുടെ. ഇവിടം വരെ ഇത്ര സമയമെങ്കിൽ ഇവിടം വരെ എത്രയായിരിക്കും സമയം? ടൈം ഓഫ് അസെന്റ് മുകളിലേക്ക് പോകുന്നു, ടൈം ഓഫ് ഡിസെന്റ് താഴേക്ക് വരുന്നത്. നമ്മളിവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എയറിന്റെ ഫ്രിക്ഷൻ മൂലം ഇവിടെ ഒരു ലോസ് ഉണ്ടാവുന്നില്ല കേട്ടോ. എയർ ഉണ്ടല്ലോ, നമ്മൾ കല്ല് മുകളിലേക്ക് എറിയുമ്പോഴത്തെ എയർ ഉണ്ടാവില്ലേ? എയറിന്റെ ഫ്രിക്ഷൻ അവിടെ താഴേക്ക് തടസ്സപ്പെടുന്നില്ല. എയറിന്റെ ഫ്രിക്ഷൻ ആണെങ്കിൽ നോക്കി, ഞാൻ കല്ലെടുത്ത് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? താഴേക്ക് ആക്ട് ചെയ്യും. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മോഷൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ്. അപ്പൊ ഞാൻ കല്ലെടുത്ത് മുകളിലേക്ക് എറിയുമ്പോൾ ആ ഫ്രിക്ഷൻ താഴേക്ക് ആക്ട് ചെയ്യും. അപ്പൊ ഈ ജി എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും താഴേക്ക്, ഈ എയറിന്റെ ആ ഫ്രിക്ഷനും താഴേക്ക്. പക്ഷെ കല്ല് മുകളിൽ താഴേക്ക് വരുമ്പോഴോ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? കല്ല് താഴേക്കല്ലേ വരുന്നത്, ഫ്രിക്ഷൻ അപ്പോൾ മുകളിലേക്ക് ആക്ട് ചെയ്യും. പക്ഷെ അപ്പോഴും ജി എന്ത് ചെയ്യും? താഴേക്കായിരിക്കും. അപ്പൊ രണ്ടിടത്തെയും ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും വേറെയാണ്.
പക്ഷെ നമ്മൾ നമ്മുടെ കണക്കൊക്കെ ചെയ്യാൻ നേരത്ത് ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും ഈക്വൽ ആയിട്ട് എടുക്കുന്നത്. കാരണം ഇവിടെ ഫ്രിക്ഷൻ വഴിയുള്ള ലോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. 2009 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു നമ്മുടെ ബോർഡ് എക്സാമിന്, ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും കണക്കാക്കാൻ. എപ്പോൾ? ഫ്രിക്ഷൻ വഴി, ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ. ഇന്നാവും നമുക്ക് ടോപ്പിക് ഇല്ല പഠിക്കാൻ വേണ്ടി. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തുതരാം. അപ്പം നോക്കി, അപ്പം നിലവിൽ ഇവിടെ ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും സെയിം ആണ്. അങ്ങനെ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2 times u/g. മുകളിലേക്ക് പോകാൻ u/g ആണെങ്കിൽ താഴേക്ക് വരാനും u/g. അപ്പോൾ 2 times u/g ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഒരു കെട്ടിടം, അതിന്റെ ഹൈറ്റ് ആണ് h. ഇവിടെ നിന്ന് ഒരാള് ഒരു ബോൾ ഇവിടെ ഉണ്ട്, അവിടെ നിൽപ്പുണ്ട്, ഒരു ബോൾ ഡ്രോപ്പ് ചെയ്തു. ഇനിഷ്യൽ വെലോസിറ്റി v is equal to u is equal to 0 ആണ്. കാരണം ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി 0 എന്നർത്ഥം. ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഞാൻ എറിയാന്ന് പറഞ്ഞാൽ ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് 30 മീറ്റർ പെർ സെക്കൻഡിൽ ഞാൻ ആ ബോഡി താഴേക്ക് പിടിച്ച് എറിഞ്ഞു. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്രീ ഫോൾ എന്ന് പറയാം. എന്നാ പറയുന്നത്? ഫ്രീ ഫോൾ. ഫ്രീ ഫോൾ അണ്ടർ ഗ്രാവിറ്റി. എത്രയൊക്കെയല്ല നമ്മൾ ഇടുന്നത്? ഇപ്പോൾ ഫ്രീ ഫോൾ അണ്ടർ ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്താ മക്കളെ? u is equal to 0. g എന്താ? g താഴേക്ക്. അപ്പോൾ അതെന്താ? നെഗറ്റീവ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ, ഫൈനൽ വെലോസിറ്റി v. താഴെ ഇട്ട് ഞാൻ പിന്നെ അവൻ അനങ്ങാതിരിക്കലേ ഉള്ളൂ. ഞാൻ പറയുന്നത് ആ ഇടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി, അതാണ് v. അങ്ങനെ നമുക്ക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് നോക്കാം. v ഈസ് ഈക്വൽ ടു u മൈനസ് ജി ടി. u എത്രയാ? 0 ആണ്. u മൈനസ് ജി ടി. v ഈസ് ഈക്വൽ ടു മൈനസ് ജി ടി. u എന്ന് പറഞ്ഞാൽ 0 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, മൈനസ് ജി ഇൻറ്റു ടി. അതെങ്ങനെ മൈനസ് വന്നേ? കാരണം ഇവിടുത്തെ വെലോസിറ്റി ബോർഡ് ഇങ്ങോട്ടല്ലേ വരണേ. അപ്പോൾ വെലോസിറ്റി അറ്റ് ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട്, താഴേക്കാണ്. അതുകൊണ്ടാണ് എൻ്റെ ആൻസർ മൈനസ് വന്നത്. ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ ഒരു 5 കിലോഗ്രാം വലിപ്പമുള്ള ഒരു കട്ടി താഴെ കിട്ടും, 50 കിലോഗ്രാം വലിപ്പമുള്ള ഒരു വലിയൊരു ചക്ക താഴെ കിട്ടും. ആരാദ്യം എത്തും? പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആർക്ക് കൂടുതൽ വെലോസിറ്റി കിട്ടും? വെലോസിറ്റി v is equal to minus g into t. v is equal to minus g ക്ക് 10 എടുത്തു. 2 സെക്കൻഡ് കൊണ്ട് എത്ര വെലോസിറ്റി കിട്ടും? 10 into 2. അതിപ്പോ ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും അതിന് കിലോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കണ്ടോ, ഈ ഇക്വേഷനിൽ മാസ് എന്നുള്ള ടേം ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇവിടുത്തെ കണക്കിൽ ഈ ഇക്വേഷൻ കേട്ടോ, ബാക്കിയൊന്നും കൺസിഡർ ചെയ്തേക്കല്ലേ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുന്നെങ്കിൽ രണ്ടു പേർക്കും ഒരേ വെലോസിറ്റി ആയിരിക്കും താഴെ എത്തുമ്പോൾ. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ഉണ്ട്, ഒരു തൂവല് ഫെദർ ഇടുന്നതും ഒരു ബോൾ ഇടുന്നതും, രണ്ടും ഒരേ സമയത്ത് താഴേക്ക് എത്തും. അവിടെ നമ്മൾ എന്താ ഫ്രിക്ഷൻ, നമ്മൾ എയറിന്റെ ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം -10 × 2 എത്ര കിട്ടി? -20 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡ് ആണെങ്കിൽ എടുക്കുന്നെങ്കിൽ 2 സെക്കൻഡ്. അപ്പോൾ അങ്ങനെ -20 മീറ്റർ പെർ സെക്കൻഡ്. 3 ആണെങ്കിൽ -30 മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ കിട്ടും കേട്ടോ. ഇപ്പൊ എൻട്രൻസ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ കാണാനല്ല അവർ ഇത് കാര്യം പഠിപ്പിക്കുക. എന്നറിയോ, എന്ത് സാധനം ആയിക്കോട്ടെ, ഒരു കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഭയങ്കര മുകളിലുള്ള ഉയരത്തിൽ നിന്ന് അല്ലെങ്കിൽ കല്ലെടുത്താൽ മുകളിലേക്ക് എറിഞ്ഞു, ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആദ്യത്തെ സെക്കൻഡിൽ, അപ്പൊ 0 സെക്കൻഡ് ആണെങ്കിൽ ബോഡി എവിടെയാണ്? 0 സെക്കൻഡ്. 1 സെക്കൻഡ് ആണെങ്കിൽ അവന് എത്രയായിരിക്കും വെലോസിറ്റി? 1 × g എത്രയായിരിക്കും?
10 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ സെക്കൻഡ് ആണെങ്കിലോ 2 ഇൻറ്റു ജി എത്രയാ -20. മൂന്നാമത്തേലാണെങ്കിലോ -30. നാലാമത്തെ സെക്കൻഡിൽ അവന് കിട്ടുന്ന സ്പീഡ് -40 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കി, ഓരോ സെക്കൻഡിലും കൂടിയേക്കുന്ന വ്യത്യാസം എത്രയാണ്? -10 -0 -10 -20 -10 അതെത്രയാ? -10 ഓരോ സെക്കൻഡിലും കൂടുന്ന എത്രയാ? -10 -10 അത് ജിന്റെ വാല്യൂ കൂടി കൂടി വരുന്നത്. അപ്പൊ ഇതെന്താ? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ ഓരോ സെക്കൻഡിലും കൂടുന്ന സ്പീഡ് നമുക്ക് ഓർമ്മ വേണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ വെലോസിറ്റിയെ കുറിച്ചുള്ള ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ ഫ്രീ ഫോളിന്റെ വെലോസിറ്റി v -gt ആണ്. ശരി, അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം, അതിന്റെ പേരിൽ എന്തോ നിയമം പറയുന്നത്, ഗലീലിയോന്റെ എന്തോ റേഷ്യോ നിയമം എന്തൊക്കെ പറഞ്ഞൊരു നിയമം. നോക്കിയോ, ഈ ഹൈറ്റ് കല്ല് ഞാൻ ഇവിടെ നിട്ടു, h ഡിസ്റ്റൻസാ ഈ കല്ല് ട്രാവൽ ചെയ്ത്. v² - u², v² - u² -2gh. നമുക്ക് പണി ചെയ്യാം. നമ്മൾ അറിയാവുന്ന ഇക്വേഷൻ എന്താ? v² - u² 2as അല്ലായിരുന്നോ? ഇവിടെ എക്ക് പകരം എന്നാ വന്നു? -g വന്നു. എസിന് പകരമോ ഡിസ്പ്ലേസ്മെന്റ് നോക്കിയേ, ബോഡി ഇവിടെ ഇരുന്ന്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് ആയിരുന്നു, മുകളിലേക്ക് വരുന്നത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കല്ല് താഴേക്ക് ഇടുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും താഴേക്ക്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വരും? -h വരും. v² - u², v² ഇവിടുത്തെ വെലോസിറ്റി സ്ക്വയർ, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, = 2gh. മൈനസും മൈനസും വെട്ടിപ്പോയി. നോക്കി, v² = 2gh. ഇതാണ് അവിടുത്തെ വെലോസിറ്റിയും ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ. ഇനി ഇതേ ഇക്വേഷൻ, ഈ ഹൈറ്റ് വെച്ചിട്ട് ഞാൻ ആ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ അപ്ലൈ ചെയ്യാം. എന്നാ വരും നോക്കാം നമുക്ക്. h = s = ut plus ½ at² ആണ്. ഇവിടെ ആക്സിലറേഷൻ താഴേക്കാണ്, അതുകൊണ്ട് -g വന്നു, പിന്നെ ഇവിടെ -g എഴുതി. ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ്, അതുകൊണ്ട് -h ആണ് ഡിസ്പ്ലേസ്മെന്റ്. -h = u × t, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, അതുകൊണ്ട് ഈ ടേം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി -½ gt². മൈനസും മൈനസും വെട്ടി. h = ½ gt². വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ. ഇതവരെ കാണാൻ പഠിപ്പിക്കും എൻട്രൻസ് കോച്ചിങ് കാര്യം. ജിന്റെ വാല്യൂ നിങ്ങൾ 9.8 എടുത്താൽ അവർ പഠിപ്പിക്കുക. നമുക്ക് തൽക്കാലം 10 എടുക്കാം. അപ്പോൾ ½ g എന്ന് പറഞ്ഞാൽ എന്നാ വരും? h = 5t². നോക്കിയേ, ഓരോ സെക്കൻഡിലും ഇപ്പൊ ടൈം 0 കൊടുത്തേ, 0 ആണ് കൊടുക്കുന്നെങ്കിൽ, ടൈം 0 കൊടുക്കുന്നെങ്കിൽ h എത്രയാണ്? അപ്പൊ ടൈം 0 കൊടുക്കുന്നെങ്കിൽ h 0. ഇനീഷ്യൽ കണ്ടീഷനിലെ ഹൈറ്റ് ഇവിടെ തന്നെയാണ്. ടൈം 1 കൊടുത്താലോ? ടൈം 1 ആണെങ്കിൽ 1 ആ കൊടുക്കുന്നെങ്കിൽ ½ g × 1², ഇവിടെ 5t², അത് എത്രയാ? 5 തന്നെ. ടൈം 2 കൊടുക്കുമ്പോഴോ 5 × 2² 20. t = 3 കൊടുക്കുമ്പോഴോ 3ന്റെ സ്ക്വയർ 9, 9 × 5 45. 4 കൊടുത്താലോ 16 × 5 16, 10 × 5 എത്രയാ? 50. 70 കിട്ടിയോ? 80. അങ്ങനെയാണ്. t = 5 സെക്കൻഡ് ആണെങ്കിൽ 25 × 5 125. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 9.8 എടുക്കുന്നെങ്കിൽ ഇവിടെ വാല്യൂ മാറി വരും. ഇവിടെ 9.8 വരും,
അല്ല ഇവിടെ 4.9 വരും, ഇവിടെ 19.8 അങ്ങനെ അത്രയും വരും തോന്നുന്നു. അപ്പോൾ 19.8 വരില്ലല്ലോ, 19.6 തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആ വാല്യൂ ഇത് ഓർത്തിക്കണം കേട്ടോ. ഗലീലിയോന്റെ ഒരു റേഷ്യോ നിയമമുണ്ട്, അത് ഇവിടെ കുറച്ചിട്ട് ഇവിടെ പരസ്പരം കുറച്ച് നോക്കിയേ. 5 ഇത് 15 ഇതെത്രയാ 25 ഇതെത്രയാ 35 ഇതെത്രയാ 45. അങ്ങനെ എന്താണ്ട ഇതൊരു നിയമമുണ്ട്, നമ്മുടെ എൻസൈഡ് ടെസ്റ്റിന്റെ കുറേ ആദ്യത്തെ പാഠത്തിലുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് വേണം. നമുക്ക് ഇത്രയും അറിഞ്ഞിരിക്കണം കേട്ടോ. ഓരോ സെക്കൻഡിലും എത്ര ദൂരം സഞ്ചരിക്കും. ഇതിപ്പോൾ ആരാണ് സഞ്ചരിക്കും? ഒരു ചെറിയൊരു 1 കിലോഗ്രാം മാസത്തിലാണെങ്കിലും 5 കിലോഗ്രാം മാസത്തിലാണെങ്കിലും ഈ സഞ്ചരിക്കുന്ന ദൂരം എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഈ വർഷത്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഒരു പണി ചെയ്യാം. ഒരാള് ഇവിടുന്ന് ഫ്രീ ഫോൾ അല്ല, പകരം ഒരു കല്ലെടുത്ത് എറിയുവാന്ന് വിചാരിക്കാം, ഒരു 10-30 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള സ്പീഡിൽ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്നാ വരും? v² - u² is equal to v എങ്ങോട്ടേക്കാ? താഴേക്ക്, u എങ്ങോട്ടേക്കാ? താഴേക്ക്. രണ്ടും മൈനസ് വരും അല്ലേ, പക്ഷെ സ്ക്വയറാ, ടെൻഷൻ ഇല്ല. is equal to 2gh. g താഴേക്കാ മൈനസ്, h താഴേക്കാ മൈനസ്, രണ്ട് മൈനസും ഗുണിക്കുമ്പോൾ അത് വരും. കാര്യം ചെയ്യട്ടെ. ഒരാള് ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഒരു ബോൾ താഴേക്ക് എറിയും. യു എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ്. ഈ ബോൾ താഴെ എത്തിയപ്പോൾ വെലോസിറ്റി 80 മീറ്റർ പെർ സെക്കൻഡ് ആയി. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഈ കെട്ടിടത്തിന്റെ ഉയരം എന്നാണ് ചോദ്യം. അപ്പൊ v² മൈനസ് v എത്രയാ? 80 സ്ക്വയർ മൈനസ് u എത്രയാ? 20. 20 സ്ക്വയർ is equal to 2 into g into h. 80 സ്ക്വയർ 6400 മൈനസ് 400 is equal to 2gh. 6000 divided by 2 into 10 is equal to 0 വെട്ടിപ്പോയി എത്രയാ? 300. ഇതാണിത് h. അപ്പൊ h is equal to 300. കിട്ടിയോ? ഇതേതാ ക്വസ്റ്റ്യൻ അറിയോ? നമ്മുടെ ഈ വർഷത്തെ നീറ്റ് 2020 ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത്രേ ഉള്ളൂ, സത്യമായിട്ടും അത് തന്നെയാണ് കേട്ടോ. ആൻസർ 300 ആണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ. 20 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞു, 80 മീറ്റർ പെർ സെക്കൻഡിൽ താഴെ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് കാണാനായിട്ട് 300. എനിക്ക് ഇത്ര സിമ്പിളാണ്. ചോദിച്ച എവിടുന്ന മോഷൻ അണ്ടർ ഗ്രാവിറ്റി ഈ വർഷം നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതിന്റെ വേറെ രീതി കണക്ക് ചെയ്യാം. ഇനി ഈ കല്ലെടുത്തിട്ട് ഞാൻ മുകളിലേക്ക് എറിഞ്ഞു വിചാരിക്കാം. ഈ കല്ല് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് മുകളിലേക്ക് എറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്ത കണക്കുകൾ മുഴുവൻ അവിടെ ചെയ്യാനായിട്ട് ഒരു പ്രശ്നവുമില്ല. കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞ ഏറ്റവും മുകളിൽ വെലോസിറ്റി 0 ആകും, അവിടെ നിന്ന് നേരെ താഴേക്ക് വരും. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ ഈ പഠിച്ചത്. അതിനുശേഷം ഇവിടെ താഴേക്ക് വന്നതോ, ഈ കല്ല് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടാവും. അതിനുശേഷം കല്ല് താഴേക്ക് വന്ന കാര്യങ്ങൾ, അതെന്നതാ ഈ പഠിച്ച കാര്യങ്ങൾ കേട്ടോ. ഇത്രയേ ഉള്ളൂ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസിന്റെ മോഡൽ. നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താലോ? നമുക്ക് ഇതിൽ മാസ്റ്റർ ആവണം കേട്ടോ. ഇപ്രാവശ്യം നീറ്റിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യനാണ്. ഒരുപാട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഒരു ബോള് മുകളിലേക്ക് എറിയും. എത്ര മീറ്റർ പെർ സെക്കൻഡിലാണെന്നറിയോ? 20 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ബോൾ ഞാൻ മുകളിലേക്ക് എറിയും. ഈ ബോൾ തിരിച്ചു വരാൻ എത്ര സമയം എടുക്കും?
സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു ബോൾ ഞാൻ 20 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലേക്ക് എറിഞ്ഞു, അവൻ തിരിച്ചു വരാൻ എത്ര നേരം എടുത്തു? 2-3 രീതി ചെയ്യാം. ഒരു രീതിയിൽ കല്ല് ഞാൻ മുകളിലേക്ക് എറിഞ്ഞ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി എന്നതാകും 0. കാരണം കല്ലെറിഞ്ഞ ഏറ്റവും മുകളിൽ പോയി വെലോസിറ്റി 0 ആണ്. അങ്ങനെയാണെങ്കിൽ കൈനമാറ്റിക് ഇക്വേഷൻ V is equal to U plus AT. You can take G as 10 meter per second. ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ G താഴേക്ക്, അപ്പൊ U മുകളിലേക്ക് പോസിറ്റീവ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്, ആക്സലറേഷൻ മൈനസ് G ആണ് ഇൻറ്റു T. ഇനിഷ്യൽ വെലോസിറ്റി U ആണ്, അല്ല U 20 ആണ്. ജിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ, G എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. T is equal to 20. അങ്ങനെയാണെങ്കിൽ T is equal to 2 seconds. ഇതൊരു മെത്തേഡ്. അയ്യോ, ഈ T എനിക്ക് എവിടം വരെ കിട്ടിയേ? ഇവിടെ നിന്ന് ഇവിടം വരെയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടി. ഇവിടെ നിന്ന് ഇവിടം വരെയാണെങ്കിൽ, ഇവിടെ നിന്ന് ഇവിടം വരെ 2 ആണെങ്കിൽ അവിടെ നിന്ന് ഇവിടം വരെ ആയിരിക്കും 2 ആയിരിക്കും. ഇനി ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാല്, ഇവൻ മുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ എത്രയായിരിക്കും വെലോസിറ്റി എന്ന്? V is equal to U plus AT. V എന്ന് പറഞ്ഞാൽ കാണണം, തിരിച്ചു വരുമ്പോൾ അപ്പൊ V അവിടെ നിൽക്കട്ടെ. U തിരിച്ചു വരാൻ നേരത്ത് ഇവിടെ നിങ്ങളുടെയൊക്കെയുള്ള മോഷൻ നോക്കി, ഏറ്റവും കൂടുതൽ വെലോസിറ്റി എന്നതായി 0 ആണ്. അപ്പൊ അവിടുത്തെ ഇനി സെക്കൻഡ് പാർട്ട് മോഷൻ മാത്രം നോക്കിയാൽ മതി. ഇനിഷ്യൽ വെലോസിറ്റി 0 പ്ലസ് ആക്സലറേഷൻ എങ്ങോട്ടേക്കാണ്? താഴേക്ക്. അപ്പൊ അതെന്ത് വന്നു? മൈനസ് G. ടൈം എത്ര നേരമാണ്? 2 സെക്കൻഡ് ആണ് സഞ്ചരിക്കുക. കേട്ടോ, ടൈം ഓഫ് അസെന്റ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെന്റ് നമ്മൾ പഠിച്ചിരുന്നു. 2 ഇൻറ്റു മൈനസ് G. G എന്ന് പറഞ്ഞാൽ 10 മൈനസ് 10 ഇൻറ്റു 2 മൈനസ് 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് ഞാൻ മുകളിലേക്ക് എറിഞ്ഞപ്പോൾ ആ കല്ല് താഴെ വന്നാൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അതേ വെലോസിറ്റി താഴേക്ക് വരും. വ്യത്യാസം ഇവന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡയറക്ഷൻ. -1, അതായത് താഴേക്കായിരിക്കും വെലോസിറ്റി. ആ കൺസെപ്റ്റും കിട്ടി. അപ്പൊ എത്ര സ്പീഡിലാണ് വരുന്നത് അത്ര സ്പീഡിൽ അവൻ താഴേക്ക് വരും. ഇവിടെ ടൈം എനിക്ക് കിട്ടി 2 സെക്കൻഡ്. ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്തത്. അപ്പൊ ടോട്ടൽ ടൈം എഴുതിയില്ല ഇവിടെ. ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ T എഴുതിക്കും, ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് ഇവിടം വരെ 2, ഇവിടെ നിന്ന് ഇവിടം വരെ 2, അങ്ങനെയാണെങ്കിൽ 4 സെക്കൻഡ്സ്. ഇത് ആൻസർ കിട്ടാനായിട്ട് വേറൊരു വഴിയുണ്ട്, സിമ്പിൾ വഴി. നോക്കി, ഈ കല്ല് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വന്നു. ബോഡിയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒരേ സ്ഥലത്ത് തന്നെ എത്തി. ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള ഇക്വേഷൻ S is equal to ut plus half at square. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എനിക്ക് അറിയത്തില്ല, കാരണം ആക്സിലറേഷൻ താഴേക്കാണ്. അപ്പം മൈനസ് G കൊടുത്തു, ഞാൻ മൈനസ് ഇട്ടു. ഇവിടെ മൈനസ് G കൊടുത്താൽ പ്ലസ് എന്താവും? മൈനസ് ആയി. ഇൻറ്റു ടി സ്ക്വയർ. ഹാഫ് GT സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഹാഫ് GT സ്ക്വയർ ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു ടി. ഒരു ടിയും ടിയും വെട്ടിപ്പോയി. ഹാഫ് G എന്ന് പറഞ്ഞാൽ 5. 5t ഈസ് ഈക്വൽ ടു 20 ആണെങ്കിൽ t ഈസ് ഈക്വൽ ടു 20/5 ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്സ്. ഈ 4 സെക്കൻഡ് ആണ് ഞാൻ ഇവിടെ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള സ്റ്റെപ്പും അവിടെ നിന്ന് ഇവിടം വരെയുള്ള സ്റ്റെപ്പും ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ. അപ്പൊ ഇതല്ലേ കുറച്ചും കൂടി സിമ്പിൾ, ഒറ്റയടിക്ക് ആൻസർ കിട്ടിയത്. എന്താ ഞാൻ കൺസെപ്റ്റ് ഉപയോഗിച്ച്? ഡിസ്പ്ലേസ്മെന്റ് അവിടെ 0 ആണെന്നുള്ള കൺസെപ്റ്റ്. ഇത് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് നല്ലതാ അടുത്ത പ്രോബ്ലം ചെയ്യാനായിട്ട്. അടുത്ത പ്രോബ്ലം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മാർച്ച് 2019. എഴുതിയെടുത്തോ. A ball is thrown vertically upward with a velocity of 20 meter per second from the top of a building.
The height of the point from where the ball is thrown is 25 meters from the ground. Question: how high will the ball rise? How long will it be before the ball hits the ground? സമയവും ഹൈറ്റും ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, 25 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിംഗ്. അതിന്റെ മുകളിൽ നിന്നൊരു കല്ലെറിയുവാണ് 20 മീറ്റർ പെർ സെക്കൻഡിൽ. ആ കല്ല് എത്ര ഉയരം പോവും, എത്ര നേരം കൊണ്ട് താഴെ പതിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. സാമ്പിൾ ഫിഗർ ആണ് നമ്മുടെ ഫിസിക്സിലെ കണക്ക് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അടിപൊളി ബിൽഡിംഗ് വരച്ചോ. ബിൽഡിംഗ് റെഡിയായി. 25 മീറ്റർ. ഇവിടെ നിന്ന് മുകളിലേക്ക് 20 മീറ്റർ പെർ സെക്കൻഡിലാണ് ഒരു കല്ലെറിയുന്നത്. ആ കല്ല് താഴേക്ക് വന്ന് പതിക്കും. എത്ര നേരം ഇതിന് ഈ എയറിൽ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര ഹൈറ്റ് വരെ എത്തുന്നു? എനിക്ക് വെലോസിറ്റി അറിയാം, ഹൈറ്റാ കാണേണ്ടത്. വെലോസിറ്റിയും ഹൈറ്റും തമ്മിലുള്ള ഇക്വേഷൻ v² = u² + 2as. അതായത് v² - u² = 2as. ഇവിടെ ഫൈനൽ വെലോസിറ്റി 0, ഇനിഷ്യൽ വെലോസിറ്റി പോസിറ്റീവാണ്, മുകളിലേക്കാണ്. 2as 2 × ആക്സിലറേഷൻ താഴേക്കാണ് -t, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ് h. അപ്പൊ -u² = -2gh. മൈനസ് മൈനസ് വെട്ടി. u² എന്ന് പറഞ്ഞാൽ 20² = 2 × 10 × h. g 10 ആക്കി എടുത്തു. 20² എന്ന് പറഞ്ഞാൽ 400. ഇവനെ ഇങ്ങോട്ട് കൊണ്ടോ 20 = h. 0 0 20. h = 20 മീറ്റർ. അപ്പൊ എത്ര ഹൈറ്റ് കിട്ടിയ? 20 മീറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എത്ര നേരം എടുക്കുന്നതാണ്. രണ്ട് പാർട്ടായിട്ട് ചെയ്യാം. ഒന്ന് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള പാർട്ട് ചെയ്യാം, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പാർട്ട് ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര സമയം എടുക്കും? v = u + at. ഫൈനൽ വെലോസിറ്റി 0. പാർട്ട് 1 കേട്ടോ. ഇത് a b c d. അപ്പോൾ a to b പോർഷൻ എടുക്കാം. വെലോസിറ്റി 0 ആണ്, u 20 ആണ്, -gt കാരണം ആക്സിലറേഷൻ താഴേക്ക് ആയതുകൊണ്ട്. gt ഇങ്ങോട്ട് കൊണ്ടു 10 t = 20. അങ്ങനെയാണെങ്കിൽ t = 2 seconds. അപ്പൊ മക്കളെ ഈ കല്ല് ഇവിടം വരെ എത്താനായിട്ട് എത്ര സെക്കൻഡ് എടുത്തു? 2 seconds. അങ്ങനെയാണെങ്കിൽ ഈ കല്ല് ഇവിടം വരെ എത്താനായിട്ടോ 2 seconds. കാരണം ടൈം ഓഫ് അസെന്റ് = ടൈം ഓഫ് ഡിസെന്റ്. അപ്പൊ ഇവിടെ 2 seconds സമയം എടുത്തു, ഇവിടെ 2 seconds സമയം എടുത്തു. അപ്പൊ നമുക്ക് ഏകദേശം ഇത്രയും മോഷനിലെ സമയം എത്ര എടുത്തു? മൊത്തം എത്രയായി? 4 സെക്കൻഡ്. ഇനി കല്ല് ഇവിടെ നിന്ന് ഇവിടം വരെ എത്തണം. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് അറിയാം, 25 മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള ഇക്വേഷൻ. അപ്പൊ നോക്കി b to c എത്ര കിട്ടി? 2 seconds കിട്ടി. b to c 2 seconds. ഇനി കാണേണ്ടത് c to d പോർഷൻ ആണ്. എനിക്കറിയാം s = ut plus half at². ടൈം കാണാൻ വേണ്ടി ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് ഇവിടെ അറിയാം 25 മീറ്റർ ആണ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി അറിയത്തില്ല. ഈ കല്ല് മുകളിൽ പോയിട്ട് താഴെ കഴിയുമ്പോൾ ഇവിടെ വെലോസിറ്റി ഉണ്ടാവുമല്ലോ, അത് എത്രയായിരിക്കും? നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അവൻ താഴെ അതേ പോയിന്റ് എത്തിയാൽ എത്രയായിരിക്കും വെലോസിറ്റി? അതേ വെലോസിറ്റിയാണ്, 20 ആയിരിക്കും. എസ് എത്രയാ? എസ് ബോഡി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര കിട്ടും? -25. കാരണം താഴേക്കല്ല. എത്ര എടുക്കണം? 25 -25 = u. ഇവിടുത്തെ വെലോസിറ്റി എത്രയാ? 20 തന്നെ, പക്ഷെ താഴേക്കാണ്. -20 × t പ്ലസ് ഹാഫ് at². ആക്സിലറേഷൻ എങ്ങോട്ടാ? താഴേക്കാണ്. അപ്പൊ അതും മൈനസ് ആയി.
ഹാഫ് ജി എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതി അല്ലെ, ഹാഫ് ജി ജി എന്ന് പറഞ്ഞാൽ എത്രയാ 10, 10ന്റെ പകുതി 5 ടി സ്ക്വയർ. എല്ലായിടത്തും മൈനസ് ഉണ്ട്, മൈനസിന് ഒറ്റ വെട്ടിക്കളാണ്. -5 ഈസ് ഈക്വൽ ടു -4t മൈനസ് ടി സ്ക്വയർ. എല്ലായിടത്തും 5 ആണ് വെട്ടിക്കളഞ്ഞു. ഇനി -1 വെട്ടിക്കളഞ്ഞു, മൈനസ് പ്ലസ് പ്ലസ് 0 ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 4t മൈനസ് 5. അപ്പോൾ എന്നാ വരും? ഇവിടെ ഗുണിക്കുമ്പോൾ 5 വരണം, കൂട്ടുമ്പോൾ 4 വരണം. അപ്പൊ ടി പ്ലസ് 5 ഇൻറ്റു ടി മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. കാരണം 5 ഇൻറ്റു -1 പറഞ്ഞാൽ -5, 5 -1 4. ഇത് 0 ആകണമെങ്കിൽ 2 ഗുണനം 0 ആണെങ്കിൽ ഒരെണ്ണം ഒരു ടേം 0 ആകണം. ടി പ്ലസ് 5 ഈക്വൽ ടു 0 മീൻസ് ടി ഇസ് ഈക്വൽ ടു -5. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇനി അതല്ല, ടി -1 ആണ്. ടി -1 ഈക്വൽ ടു 0 മീൻസ് ടി ഇസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ടൈം ഒരിക്കലും മൈനസ് ആവില്ല, അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട. അപ്പൊ ടൈമിന് കിട്ടുന്ന വാല്യൂ എത്രയാ? 1 സെക്കൻഡ്. അപ്പൊ ഇവിടെ സി ടു ഡി എത്ര സെക്കൻഡാ? 1 സെക്കൻഡ്. അപ്പൊ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് ഇവിടെ വരെ 2 സെക്കൻഡ്, എ തൊട്ട് ബി വരെ 2 സെക്കൻഡ്, ബി തൊട്ട് സി വരെ 2 സെക്കൻഡ്, പിന്നെ 1 സെക്കൻഡ്. 2 + 2 + 1 ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്സ്. എന്ത് പാടാ ചെയ്യാൻ അല്ലേ? നമുക്ക് ഈ കണക്ക് എളുപ്പത്തിൽ ചെയ്താലോ? നമുക്കറിയാം S is equal to ut plus half at square. ഒരു കല്ല് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. നമ്മൾ വെച്ചേക്കുന്ന ടൈമാണ്. നമുക്കറിയാം ഇപ്പൊ കല്ല് എവിടെ കിടക്കുന്നത്? എറിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നത് ഇവിടെ. എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് അറിയാം, കാണേണ്ടത് ടൈം. ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. എസ് ഡിസ്പ്ലേസ്മെന്റ്, ഈ കല്ല് എവിടെയാണ്? ആദ്യമേ ഇവിടെയായിരുന്നു. അവൻ ഇപ്പൊ മോഷനിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉള്ള കല്ല് ഇപ്പൊ കിടക്കുന്നത് ഇവിടെ. ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് ഇത്ര. കല്ലിന്റെ താഴെയാണ് ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് S is equal to -25 മീറ്റർ is equal to u 20 മീറ്റർ പെർ സെക്കൻഡ്. മുകളിലേക്കാണ് 20 ഇൻറ്റു ടി മൈനസ് ഹാഫ് at സ്ക്വയർ. ആക്സിലറേഷൻ താഴേക്ക്, അതുകൊണ്ട് പ്ലസ് ഹാഫ് എ അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? -g/2 ടി സ്ക്വയർ. -25 is equal to 20t minus 5t square. ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകും. 0 ഈക്വൽ ടു -5t സ്ക്വയർ. അതുകൊണ്ട് ആദ്യമേ തന്നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. മൈനസിന് മൾട്ടിപ്ലൈ ചെയ്തോ. 25 is equal to -20t plus 5t square. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 ഈക്വൽ ടു -4t plus t സ്ക്വയർ. 5 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ അപ്പുറത്ത് കൊണ്ടുപോകും. 0 is equal to t square minus 4t minus 5 equal to 0. t square minus 4t minus 5 equal to 0. ഗുണിക്കുമ്പോൾ -5 കിട്ടണം, കൂട്ടുമ്പോൾ -4 കിട്ടണം. അപ്പൊ t -5 ഇൻറ്റു ടി പ്ലസ് 5ഉം 1ഉം കൂട്ടിയാത്ര -4, -5ഉം 1ഉം ഗുണിച്ചാത്ര -5. ഇതെങ്ങനെ ചെയ്യാൻ അറിയില്ലേ? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പണിയാൽ മതി. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ? -b + or minus root of b square minus 4ac divided by 2a. ഇതെന്ത് തരാനാ? ടി തരാം. ഇവിടെ ടി അല്ലേ വേരിയബിൾ. -b എന്ന് പറഞ്ഞാൽ -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, -4ന്റെ സ്ക്വയർ 16 അല്ല, വേണ്ട അങ്ങനെ എഴുതാം. 4 സ്ക്വയർ മൈനസ് 4ac
-4 ഇൻറ്റു എ എത്ര ഇവിടെ ടി സ്ക്വയറിന്റെ കൂടെ കിടക്കുന്ന ആള് 1, സി എത്രയാ -5 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1. മൈനസ് ഓഫ് -4 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇവിടെ 16 ഉണ്ട് അവിടെ നിൽക്കട്ടെ -4 ഇൻറ്റു -5 പ്ലസ് 20. 4 സ്ക്വയറും 20 36. 4 സ്ക്വയർ 16 20 36 ഡിവൈഡ് ബൈ 2. അപ്പം 4 പ്ലസ് 36 റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6. അപ്പം 4 പ്ലസ് 6 ഡിവൈഡ് ബൈ 2 ഉണ്ട്. 4 മൈനസ് 6 ഡിവൈഡ് ബൈ 2 ഉണ്ട്. 4 പ്ലസ് 6 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 5. 4 മൈനസ് 6 എന്ന് പറഞ്ഞാൽ -2 ബൈ 2 എന്ന് പറഞ്ഞാൽ -1. അപ്പം ടീൻ്റെ വാല്യൂ 5 കിട്ടി -1 കിട്ടി. അതന്നെ ഇവിടെ കിട്ടും. നോക്കിയേ ഈ ഗുണനം 0 ആകണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ t - 5 0 എന്ന് പറഞ്ഞാൽ t = 5. t + 1 ആണ് 0 ആകേണ്ടെങ്കിൽ t = -1. ഇതിനെ ഇവിടെ കിട്ടിയത് നമുക്ക് ടൈം ആയതുകൊണ്ട് സമയം ഒരിക്കലും നെഗറ്റീവ് വരില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട ഈ -1 വേണ്ട. അപ്പൊ ടൈം എന്ത് കിട്ടി 5 സെക്കൻഡ്. അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയത്. ടോട്ടൽ ടൈം എത്രയാ 5 സെക്കൻഡ്. അപ്പൊ ഇത് ഒരൊറ്റ ഇക്വേഷൻ വഴി എനിക്കിവിടെ ടൈം ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 5 കിട്ടി. മനസ്സിലായോ എന്താ എടുത്തതെന്ന്? ഈ കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാത്രം എടുത്തു. അതിൽ ഞാൻ ഡയറക്ഷനും അതായത് ഈ മൈനസും പ്ലസും ഞാൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ എനിക്ക് ഒറ്റ ഒരു ഇക്വേഷൻ വഴി ഈ കണക്കുമാണ് ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് കാണേണ്ടി വരില്ല, കാണേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ ടൈം എത്ര സെക്കൻഡാ? 5 സെക്കൻഡ്. ഇനി ഇതിനകത്ത് യൂണിഫോം മോഷനകത്ത് ഒരു കണക്ക് കൂടി ചെയ്യാം. ഗ്രാഫൊക്കെ വരയ്ക്കുന്ന ഒരു കണക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്. h ഹൈറ്റ് ഉള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു ബോൾ റിലീസ് ചെയ്യുക. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി എന്നതാ 0. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം, വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരയ്ക്കണം. അങ്ങോട്ട് നോക്കി. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് കൺസെപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ഈസിയാണ് വരയ്ക്കാനായിട്ട്. ബോൾ ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആരേ ഉള്ളൂ? ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. താഴേക്കല്ലേ? ഡയറക്ഷൻ എന്നതാ നെഗറ്റീവ്. ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണോ? അതേ കോൺസ്റ്റന്റ് ആണ്. വാല്യൂ എത്രയാ? -9.8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ടൈം ആക്സിസിൽ ഏത് സമയം വേണമെങ്കിലും എടുത്തു. ആക്സിലറേഷൻ ഇവിടെ -9.8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ചോദിച്ചേക്കുന്നത് ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ്. എനിക്കറിയാം വെലോസിറ്റി ഏതൊരു പോയിന്റ് എടുത്താൽ വെലോസിറ്റി v = u + at. വെലോസിറ്റി v = u. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -gt. വെലോസിറ്റി v = -gt. നമുക്ക് കൺസെപ്റ്റ് അറിയുന്നവർക്ക് കുഴപ്പമില്ല, അതല്ലാത്തവർക്ക് നോക്കിയോ ഒരു കോളം വരച്ചു. നമ്മളിപ്പോൾ ആരുടെ ചോദിക്കണ്ടേ? ആരുടെ വേണ്ട? വെലോസിറ്റിയും ടൈമും 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ -10, 2 ആണെങ്കിൽ -20, 3 ആണെങ്കിൽ -30. അപ്പോൾ 1 2 3 4 5 ടൈം ആക്സിസ് ഇത്, വെലോസിറ്റി ആക്സിസ് -v വെലോസിറ്റി ആക്സിസ് 1 2 3. അപ്പം -10 -20 -30. ഇത് യൂണിഫോം ആക്സിലറേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റി. ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ടി മാത്രമേ ഉള്ളൂ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അല്ലെങ്കിൽ നോക്കിയാൽ 1 -10, 1 -10, 2 -20, 3 -30. അപ്പൊ അതെന്തായിരിക്കും? അയ്യോ ഈ ഹരിസം മാറിപ്പോയതുകൊണ്ടാ ഒരു സ്ട്രെയിറ്റ് ലൈൻ കേട്ടോ. അതായിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ.
സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇനി അടുത്തത് പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് S is equal to ut plus half at square. S എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് is equal to ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, മൈനസ് ഹാഫ് at സ്ക്വയർ. a അല്ല പകരം g, 5t സ്ക്വയർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 1 2 3 4 5 6 1 2 3 4 5 6. ടൈം 0 കൊടുക്കുക. 0 കൊടുത്താൽ 0, അതൊക്കെ. 1 കൊടുത്താൽ 5. അപ്പോൾ 5 10 15 20 25 30. 1 കൊടുത്താൽ 5. 2 കൊടുത്താലോ 20. 2ന്റെ സ്ക്വയർ ഇൻറ്റു 5 20. അപ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് വരയ്ക്കാനായിട്ട്. പക്ഷെ എനിക്കറിയാം, എനിക്ക് ആക്സലറേഷനും വെലോസിറ്റിയും ഒക്കെ അറിയാമെങ്കിൽ എനിക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് എനിക്ക് വരയ്ക്കാൻ അറിയാം. കോൺകേവ് അപ്വേർഡ് ഷേപ്പ് ആകും എപ്പോ ആക്സലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ, അല്ലേ? ആക്സലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും. ആക്സലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ഡൗൺവേർഡ് ആയിരിക്കും. കോൺകേവ് ഡൗൺവേർഡ് വെലോസിറ്റി നെഗറ്റീവ് ആണ്. വെലോസിറ്റി നെഗറ്റീവ് എന്ന് പറയണമെങ്കിൽ ഏതായിരിക്കണം? ഈ പോർഷൻ ആയിരിക്കണം, അല്ലേ? കാരണം ഈ പോർഷനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുള്ള ഗ്രാഫ് പഠിച്ചപ്പോൾ ഇത് കോൺകേവ് ഡൗൺവേർഡ്, അത് ഇത് മൊത്തം ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ഈ പോയിന്റിലൊക്കെ വെലോസിറ്റി എന്നതാണ് പോസിറ്റീവ് ഡയറക്ഷനാണ്, അല്ലേ? പോസിറ്റീവ് ഡയറക്ഷനാണ്. പക്ഷെ ഈ സൈഡിലേക്കോ ഇനി ഇപ്പുറത്തേക്കോ ഏത് ടാൻജന്റ് വരച്ചാലും അത് തീറ്റ ഒബ്റ്റ്യൂസ് ആയിരിക്കും, അതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്നാ വരും? ഈ വരച്ച തന്നെ ഇതാ ഇങ്ങനെ. ഇതാണ് പൊസിഷൻ ടൈം ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നമുക്കൊരു ഗ്രാഫിന്റെ 1-2 കണക്കുകൾ ചോദിക്കാനുണ്ട്. വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ നമുക്കത് വേറൊരു 1-2 പ്രീവിയസ് ഇയർ ആഡ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പ്രീവിയസ് ഇയർ ബോർഡ് എക്സാം ലെവലിലെ ക്വസ്റ്റ്യനും വേറൊരു വീഡിയോയിൽ പ്രീവിയസ് ഇയർ നീറ്റ് എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. 1 മണിയായി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.